നമസ്കാരം. നമ്മുടെ 10ാം ക്ലാസ് ബയോളജിയുടെ 5ാമത്തെ പാഠഭാഗം പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ, സോൾജിയേഴ്സ് ഓഫ് ഡിഫെൻസ്. അതിൽ നമ്മുടെ പാഠഭാഗത്തിൽ അവസാനം നമ്മൾ പഠിച്ചു നിർത്തിയത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ്, വിവിധ തരത്തിലുള്ള ചികിത്സാ രീതികളെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ന് നമുക്ക് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളും ലാബ് ടെസ്റ്റുകളും ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. അപ്പം നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ 3 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഡയഗ്നോസ്റ്റിക് എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് കാണിച്ചിരിക്കുന്നത് സ്റ്റെതസ്കോപ്പ്, ഹൃദയത്തിൻ്റെ പ്രവർത്തനം അറിയാനുള്ള ഉപകരണം. നമുക്കെല്ലാവർക്കും നല്ല ഫെമിലിയറാണ് ഈ 3 ഉപകരണങ്ങളും. രണ്ടാമതായിട്ട് നൽകിയിരിക്കുന്നത് തെർമോമീറ്റർ എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ഊഷ്മാവ്, ബോഡി ടെമ്പറേച്ചർ ഡയഗ്നോസ് ചെയ്യുന്നതിനുള്ള ഉപകരണം. അതുകൂടാതെ ഇപ്പം തെർമൽ സ്കാനിങ് നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ കോവിഡ് പരിശോധനയുടെ ഭാഗമായിട്ട് തെർമൽ സ്കാനിങ് മെഷീൻ എന്ന് പറയുന്നത് എല്ലായിടും നമ്മൾ എവിടെ പോയാലും നമ്മൾ തെർമൽ സ്കാനിങ് മെഷീൻ വെച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും കടത്തിവിടുന്നത്. അപ്പോൾ അടുത്ത മൂന്നാമത്തേന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷർ നോക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന സ്പിഗ്മോ മാനോമീറ്ററാണ്. ഇതുപോലെ ഡിജിറ്റൽ മാനോമീറ്ററും ലഭ്യമാണ്. ഒരു പക്ഷേ BP ഒക്കെ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാനോമീറ്റർ നമുക്ക് ലഭ്യമാണ്. ഇത് കൂടാതെ ചില പ്രത്യേക ഉപകരണങ്ങളെക്കുറിച്ചും താഴെ നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. These are the most modern diagnostic tools which are available in the field of medicine. നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് മോഡേൺ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടൂൾസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇലക്ട്രോ എൻസെഫലോഗ്രാം EEG എന്ന് പറയും. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നു. ടു റെക്കോർഡ് ഇലക്ട്രിക് വേവ്സ് ഇൻ ദി ബ്രെയിൻ, നമ്മുടെ മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താൻ. അതുപോലെ തന്നെ ഒരുപക്ഷെ EEGയെക്കാളും നിങ്ങൾക്ക് ECG കുറച്ചും കൂടെ ഫെമിലിയർ ആയിരിക്കും. ഇലക്ട്രോ കാർഡിയോഗ്രാം ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ സഹായിക്കുന്നു. ടു റെക്കോർഡ് ഇലക്ട്രിക് വേവ്സ് ഇൻ ദ ഹാർട്ട് മസിൽസിന് രേഖപ്പെടുത്താൻ സഹായിക്കുന്നു. ഇനി അൾട്രാസൗണ്ട് സ്കാനർ ഉണ്ട്. അത് അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് ആന്തരാവയവം, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ് യൂസിങ് അൾട്രാസോണിക് സൗണ്ട് വേവ്സ്. അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് ആന്തരാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാനാണ് അൾട്രാസൗണ്ട് സ്കാനർ സഹായിക്കുന്നത്. അതുപോലെ തന്നെ CT സ്കാനറും ഉണ്ട്, MRI സ്കാനറും ഉണ്ട്. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാനറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ചിലവ് കൂടിയതാണ് CT സ്കാനറും MRI സ്കാനറും. അപ്പോൾ CT സ്കാനർ എന്ന് വെച്ചാൽ ടു ഗെറ്റ് 3 ഡയമെൻഷണൽ വിഷ്വൽസ് ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ യൂസിങ് എക്സ്റേയുടെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടെ ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ 3 ഡയമെൻഷണൽ വിഷ്വൽസ്. അതുപോലെ തന്നെ MRI സ്കാനർ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ എന്ന് പറയും. അത് നമ്മുടെ ആന്തരാവയവങ്ങളുടെ തന്നെ ത്രിമാന ദൃശ്യങ്ങൾ, 3 ഡയമെൻഷണൽ വിഷ്വൽസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമായിട്ടാണ് മോഡേൺ ഡയഗ്നോസ്റ്റിക് ടൂൾസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ലിസ്റ്റാണ് നമ്മളിപ്പം നോക്കിയത്. ഇനി മൂവിങ് ടു ദ ലാബ് ടെസ്റ്റുകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഫോർ ദി ഡയഗ്നോസിസ് ഓഫ് ഡിസീസസ് ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാബ് ടെസ്റ്റ് ആർ അവൈലബിൾ. അപ്പം നമ്മൾ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള ലാബ് ടെസ്റ്റുകൾ ഇപ്പം അവൈലബിൾ ആണ്. ഇപ്പം നമുക്കറിയാം, രക്തം, കഫം, മലം, മൂത്രം തുടങ്ങിയ പരിശോധനകളൊക്കെ നിങ്ങൾ ലാബിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അതുപോലെ തന്നെയുള്ള ഒരു ടെസ്റ്റാണ് CBC എന്ന് പറയും. അപ്പോൾ അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, അതായത് നമ്മുടെ രക്തത്തിനകത്ത് അടങ്ങിയിട്ടുള്ള എല്ലാ ഘടകങ്ങളെയും പരിശോധിക്കുക. അപ്പോൾ നമ്മുടെ ഈ പാഠപുസ്തകത്തിൽ ബോക്സിനകത്ത് നൽകിയിട്ടുണ്ട് CBCനെ കുറിച്ച്. അപ്പോൾ ടെസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഹീമോഗ്ലോബിൻ അതിൻ്റെ 12.2 ഗ്രാം പെർ 100 ml ബ്ലഡ്.
100 മില്ലി രക്തത്തിൽ മിനിമം എത്ര വേണം, അല്ല ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഇത്രയാണ്. അപ്പം നോർമൽ എത്ര വേണം, 12 മുതൽ 17 വരെ ആകാം. അതുപോലെ തന്നെ ശ്വേതരക്താണുക്കൾ, നമ്പർ ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ്. അപ്പോൾ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ പ്രത്യേകത താരതമ്യേന അത് കുറച്ച് വലിപ്പമുള്ളതാണ്. അപ്പം അത് 1 മില്ലി ലിറ്റർ, മുകളിൽ പറഞ്ഞത് 100 ml ബ്ലഡിൻ്റെ കാര്യമാണ്. ഇത് 1 ml 1 ml 5000 to 10,000 പെർ മില്ലി ലിറ്റർ ഓഫ് ബ്ലഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം അതിൻ്റെ ടെസ്റ്റ് റിസൾട്ടാണ് 8200, 8200 ഉണ്ട്. അതുപോലെ നമ്പർ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്, അരുണ രക്താണുക്കൾ, അത് എത്ര ഉണ്ട്, 47 ലക്ഷം, 47 lakhs. അതും 1 ml ബ്ലഡിൻ്റെ തന്നെയാണ് കൗണ്ട് എഴുതിയേക്കുന്നത്. ദെൻ നമ്പർ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ്, അത് വളരെ ചെറുതായിരിക്കും കേട്ടോ. നമ്പർ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് ചെറുതായിരിക്കും. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ടെസ്റ്റ് റിസൾട്ടിനകത്ത് 3.2 lakhs. അപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും, ഒന്നുമില്ല, മിനിമമേ ഉള്ളൂ. അപ്പം 2.5 മുതൽ 3.5 lakh വരെ അതിനകത്ത് ഉണ്ടായിരിക്കണം. അതാണ് അതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദെൻ സം സ്പെഷ്യലൈസേഷൻ ഇൻ മോഡേൺ മെഡിസിൻ. നമ്മുടെ മോഡേൺ മെഡിസിനകത്ത് കുറച്ച് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് താഴെ ബോക്സിൽ കാണിച്ചേക്കുന്നത്. കാർഡിയോളജി. അപ്പോൾ കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹാർട്ട്, അത് നമുക്ക് ഫെമിലിയർ ആയിരിക്കും. കാർഡിയോളജി ഉണ്ട്. അടുത്ത ട്രീറ്റ്മെൻറ്റ് ഓഫ് ഐ, നേത്ര ചികിത്സ, അത് ഓഫ്താൽമോളജി എന്ന് പറയും. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഐ, ഓഫ്താൽമോളജി. ദെൻ ന്യൂറോളജി. ന്യൂറോളജി എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഓർ നെർവ്സിനെ കുറിച്ചുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ദെൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് പറയുന്ന സ്പെഷ്യലൈസേഷൻ, അതിന് പറയുന്ന പേരാണ് ഓങ്കോളജി. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് ഓങ്കോളജി. ആൻഡ് ENT ഒക്കെ നമുക്ക് ഫെമിലിയറാണ്. ENT നമ്മുടെ ഇയർ, നോസ് ആൻഡ് ത്രോട്ട്, ചെവി, മൂക്ക്, തൊണ്ട, അതുമായി ബന്ധപ്പെട്ട മേഖലയെക്കുറിച്ചുള്ള പഠനമാണ്, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഏരിയയ്ക്കാണ് ENT ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. അതുകൂടാതെ തന്നെ ഡെർമറ്റോളജി, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡെർമറ്റോളജി ചർമ്മം, സ്കിന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചികിത്സ. ദെൻ യൂറോളജി, മൂത്രാശയ രോഗ ചികിത്സ. യൂറോളജി, യൂറിനറി ബ്ലാഡർ റിലേറ്റഡ് ഏരിയ. യൂറോളജി, യൂറിനറി ബ്ലാഡർ റിലേറ്റഡ് ഏരിയ. ദെൻ നെഫ്രോളജി, വൃക്ക രോഗങ്ങൾ, വൃക്ക രോഗ ചികിത്സ, നെഫ്രോളജി. ആൻഡ് ഗൈനക്കോളജി, പിന്നെ പാത്തോളജി. ഗൈനക്കോളജി എന്ന് വെച്ചാൽ യൂട്രസ് സംബന്ധമായിട്ടുള്ളത്. പാത്തോളജി എന്ന് പറയുമ്പോൾ പാത്തോജൻസ്, കുഞ്ഞു കുഞ്ഞു രോഗാണുക്കളും അങ്ങനെയൊക്കെയുള്ള. ഓക്കെ, അപ്പം അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ഏരിയസൊക്കെ ഉണ്ട്. ഇൻ ട്രീറ്റ്മെൻറ്റ് അലോങ് വിത്ത് ഡയഗ്നോസിസ് മെഡിസിൻസ് ഓൾസോ ഹാവ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ്. അപ്പം നമ്മൾ ഈ രോഗചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഒന്നാണ് ആൻറ്റിബയോട്ടിക്സ്. ഒരുപാട് തരത്തിലുള്ള മരുന്നുകൾ. അപ്പം നമ്മൾ ചികിത്സിക്കുന്ന മരുന്നിനെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ആൻറ്റിബയോട്ടിക്കുകൾ. ഓക്കെ, അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ മെഡിസിൻസ് ദാറ്റ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, ഫംഗൈ എക്സെട്ര ആൻഡ് യൂസ്ഡ് ടു ഡിസ്ട്രോയ് ബാക്ടീരിയ ആർ കോൾഡ് ആൻറ്റിബയോട്ടിക്സ്. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയും ബാക്ടീരിയയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുമായ ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരീര ഉപരിതലത്തിലായാലും ശരീരത്തിനകത്തുമൊക്കെ ഇത് ഉപയോഗിക്കാം. അപ്പം 1928 അലക്സാണ്ടർ ഫ്ലെമിങ്, അലക്സാണ്ടർ ഫ്ലെമിങ് ആണ് ആദ്യമായിട്ട് ആൻറ്റിബയോട്ടിക്കുകളൊക്കെ കണ്ടെത്തിയത്. ഇറ്റ് വാസ് അലക്സാണ്ടർ ഫ്ലെമിങ് ഹു ഫസ്റ്റ് ഡിസ്കവേർഡ് ആൻറ്റിബയോട്ടിക്സ് ഇൻ 1928. അപ്പോൾ അദ്ദേഹം ആക്സിഡൻ്റലി ഡിസ്കവേർഡ്, അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഡിസ്കവേർഡ് ചെയ്തതാണ് പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഒരു ഫംഗസിന് ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് അദ്ദേഹം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ആകസ്മികമായിട്ടാണ് കണ്ടെത്തിയത്. അപ്പോൾ അതിൽ നിന്നും മരുന്ന് വേർതിരിച്ചെടുത്ത് പിന്നെയും കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനെ ഒന്ന് അതിന് കൃത്യമായിട്ടുള്ളൊരു കണ്ടെത്തൽ കൊണ്ടുവന്നത്. ഓക്കെ, പിന്നെ ഈ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഔഷധമാണ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിച്ചാൽ ദർ ഈ റെഗുലറായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിച്ച് ക്രിയേറ്റ്സ്
ലോട്ട് ഓഫ് സൈഡ് എഫക്ട്സ്, ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകും. അതിന് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, റെഗുലർ യൂസ് ഡെവലപ്സ് ഇമ്മ്യൂണിറ്റി ഇൻ പാത്തോജൻസ് എഗെയിൻസ്റ്റ് ആൻറ്റിബയോട്ടിക്സ്. നമ്മൾ സ്ഥിരമായിട്ട് ഇതിങ്ങനെ ഉപയോഗിച്ചാൽ, റെഗുലറായിട്ട് യൂസ് ചെയ്താൽ, അപ്പം ഇത് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ ഉള്ള പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നു. അപ്പം ഈ രോഗാണുക്കൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരായിട്ട് അങ്ങ് പ്രവർത്തിക്കും. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ പറയാറില്ലേ, അധികമായാൽ അമൃതും വിഷമെന്ന്, അത് തന്നെയാണ്. അമിതമായിട്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഡിസ്ട്രോയ്സ് യൂസ്ഫുൾ ബാക്ടീരിയ ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് ഉപകാരികളായ ബാക്ടീരിയസും ഉണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്രദമായ ബാക്ടീരിയകളെ പോലും ഇത് നശിപ്പിക്കുന്നു. ദെൻ റെഡ്യൂസസ് ദ ക്വാണ്ടിറ്റി ഓഫ് സം വൈറ്റമിൻസ് ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിന് ഉള്ളിലുള്ള ചില വിറ്റാമിനുകളുടെ അളവും ഇത് കുറയ്ക്കുന്നു. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ ഈ ഫംഗസുകളെ, ആൻറ്റി ഫംഗൽ മെഡിസിൻസ്, ഫംഗസുകളെ നശിപ്പിക്കാൻ ആൻറ്റി ഫംഗൽ മെഡിസിൻസാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ആൻറ്റി വൈറൽ മെഡിസിൻസ്, വൈറസുകളെ നശിപ്പിക്കാൻ ഏതാണ് ഉപയോഗിക്കുന്നത്? ആൻറ്റി വൈറൽ മരുന്നുകളുമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഇത് ഭയങ്കര ഡേഞ്ചറസും കൂടിയാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു യൂസ് ആൻറ്റിബയോട്ടിക്സ് വിതൗട്ട് ദ റെക്കമെൻഡേഷൻ ബൈ എ ഡോക്ടർ. ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ലാതെ ആൻറ്റിബയോട്ടിക്കുകളും മറ്റു മരുന്നുകളും ഉപയോഗിച്ച് ഒരു കാരണവശാലും സ്വയം ചികിത്സിക്കരുത്. അങ്ങനെ ചികിത്സിച്ചാൽ ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നികത്തിയെടുക്കാൻ പറ്റാത്തതായിരിക്കും. ഓക്കെ, ഇനി ചില അപകട സാഹചര്യങ്ങളിൽ, അപ്പം അത് ഗുരുതരാവസ്ഥയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ആദ്യമായിട്ട് നമ്മൾ ചില ശുശ്രൂഷകളൊക്കെ നൽകാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഫസ്റ്റ് എയ്ഡ് നൽകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന്. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുക, റോഡ് ആക്സിഡൻറ്റ്സ് നടക്കുമ്പോഴോ, സ്നേക്ക് ബൈറ്റ്, പിന്നെന്താ ബേൺസ്, പൊള്ളലുകൾ, പിന്നെ ഇലക്ട്രിക് ഷോക്സ്, വെള്ളത്തിൽ വീഴുന്നത്, സിങ്കിങ്, അങ്ങനെ അല്ലെങ്കിൽ ബോൺ ഫ്രാക്ചർ, അങ്ങനെ പല സാഹചര്യങ്ങളിലും നമ്മൾ എന്ത് നൽകാറുണ്ട്? ഫസ്റ്റ് എയ്ഡുകൾ നൽകാറുണ്ട് അല്ലേ. ഇപ്പം റോഡ് ആക്സിഡൻ്റൊക്കെ പറ്റുന്ന സാഹചര്യത്തിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം. പക്ഷേ അപ്പം നമ്മൾ ഫസ്റ്റ് എയ്ഡിന് മാത്രം എന്ത് നൽകരുത്? പ്രാധാന്യം നൽകരുത്. അപ്പം ജസ്റ്റ് ഫസ്റ്റ് എയ്ഡ് നൽകുക. അതിനുശേഷം എത്രയും പെട്ടെന്ന് നമ്മൾ രോഗിയെ വൈദ്യസഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ കൊണ്ടുചെന്ന് എത്തിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ പാഠപുസ്തകത്തിൽ 2-3 സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എ കൊടുത്തേക്കുന്നത് നോക്കിയേ, സിങ്കിങ് ആണ്, ആവാം. അത് ഒരു പക്ഷേ വെള്ളത്തിലെങ്ങാനും മുങ്ങിപ്പോയതായിരിക്കും. അപ്പോൾ അതിന് സഫോക്കേഷൻ, ശ്വാസതടസ്സം നേരിട്ടു. ആ സാഹചര്യത്തിൽ എന്ത് കൊടുക്കുന്നു? ഗിവിങ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുത്തു. അപ്പം അതല്ലെങ്കിൽ പിന്നെ ഷോക്ക് ഏറ്റ സാഹചര്യം ആവാം. ഷോക്ക് എങ്ങാനും ഏൽക്കുമ്പോഴൊക്കെ ഇത് സംഭവിക്കാം. സെക്കൻഡ് നോക്കിയേ, ബോൺ ഫ്രാക്ചർ വന്ന സമയത്ത്, അതായത് അസ്ഥിഭംഗം, ആം സപ്പോർട്ടഡ് ബൈ സ്ലിങ്, ഒരു സ്ലിങ് വെച്ചിട്ട് ആം സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് വൈദ്യസഹായം തേടാൻ കൊണ്ടുപോകാം. ദെൻ അടുത്ത സിറ്റുവേഷൻ നോക്കേ, സഫോക്കേഷൻ, എന്തോ തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പം റിമൂവിങ് ഒബ്ജക്റ്റ് സ്റ്റക്ക് ഇൻ ട്രക്കിൽ സ്റ്റക്കായ സാധനം പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡാണ് നൽകുന്നത്. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ റോഡ് ആക്സിഡൻറ്റ് ഇങ്ങനെയുള്ള സാഹചര്യം, എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഫസ്റ്റ് എയ്ഡ് നൽകണം. പക്ഷേ റോഡ് ആക്സിഡൻറ്റ് പോലുള്ള സാഹചര്യങ്ങളിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. പ്ലസ് എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം ലഭ്യമാക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ ബ്ലീഡിംഗ് ഒക്കെ വന്നിട്ട് രോഗിക്ക് മരണം വരെ സംഭവിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ വൈദ്യസഹായം തേടാൻ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അപ്പം അതുപോലെ തന്നെ ഈ റോഡ് ആക്സിഡൻറ്റ് നടക്കുമ്പോൾ ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാകത്തില്ലേ, അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ രക്തം നൽകേണ്ടതായിട്ട്, നമ്മളെന്ന് വെച്ചാൽ ഇപ്പം ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആളെന്നല്ല, ജനറലായിട്ട് പറഞ്ഞതാണ്. നോർമലി അവർക്ക് രക്തം അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ രക്തം കൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിനെയാണ് രക്തനിവേശനം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. രക്തനിവേശനം അഥവാ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ദ ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഈസ് കോൾഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ രക്തം കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് രക്തനിവേശനം എന്ന് പറയുന്നത്. ഇപ്പം ഈ റോഡ് ആക്സിഡൻറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ റോഡ് ആക്സിഡൻറ്റ്സ് മാത്രമാണോ?
രക്തം കൊടുക്കേണ്ടി വരുന്നത്. റോഡ് ആക്സിഡൻസിൽ മാത്രമല്ല, ഇപ്പം പ്രസവ സംബന്ധമായ അതായത് ഗൈനക് റിലേറ്റഡ് സിറ്റുവേഷൻസ്, കുറച്ച് വലിയ എന്തെങ്കിലും ആക്സിഡൻറ്റ്സ്, പിന്നെ അല്ലെങ്കിൽ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്ന ഹീമോഫീലിയ, അതൊരു പാരമ്പര്യ രോഗം, സിക്കിൾ സെൽ അനീമിയ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ ആവശ്യമായി വരുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ രക്തനിവേശനം നൽകുമ്പം, അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നൽകുമ്പോൾ ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് വൈൽ ട്രാൻസ്ഫ്യൂസിങ് ബ്ലഡ്. നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതാണ് തൊട്ട് താഴെ കാണിച്ചേക്കുന്നത്. നോക്കേ, ആ ബോക്സിനകത്ത് എന്താ കൊടുത്തേക്കുന്നതൊക്കെ, ആർക്കൊക്കെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ പീപ്പിൾ ഇൻ ദ ഏജ് ഗ്രൂപ്പ് 18 to 60 ക്യാൻ ഡൊണേറ്റ് ബ്ലഡ്. 18 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. അടുത്ത നോക്കിയ, ബ്ലഡ് ഡൊണേഷൻ ക്യാൻ ബി ഡൺ വൺസ് ഇൻ 3 months. 3 മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാം. ബ്ലഡ് ഡൊണേഷൻ കോസസ് നോ പ്രോബ്ലം ടു ദ ഡോണേഴ്സ് ഹെൽത്ത്. രക്തദാനം ഡോണറിന് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. ആൻഡ് പ്രഗ്നൻറ്റ് വുമൺ ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് ഷുഡ് നോട്ട് ഡൊണേറ്റ് ബ്ലഡ്. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാർ തുടങ്ങിയവർ രക്തം ദാനം ചെയ്യരുത്. ആൻഡ് പേഴ്സൺസ് വിത്ത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് ട്രാൻസ്മിറ്റഡ് ത്രൂ ബ്ലഡ്, ഷുഡ് നോട്ട് ഡൊണേറ്റ് ബ്ലഡ്. ഇപ്പോൾ രക്തത്തിലൂടെ പകരുന്ന രോഗമുള്ള ചില ആൾക്കാർ കാണാം, അങ്ങനെയുള്ളവരും എന്ത് ചെയ്യരുത്, രക്തം ദാനം ചെയ്യരുത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബ്ലഡ് ഡൊണേഷൻ സമയത്ത് അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ വി ഷുഡ് അലേർട്ട് അല്ലെങ്കിൽ വി ഷുഡ് നോ എബൌട്ട് ദീസ് ഫാക്ട്സ്. നമ്മൾ തീർച്ചയായിട്ടും ഇത്രയും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ. അപ്പം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് പ്രധാനമായിട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലായി, ബ്ലഡ് ഗ്രൂപ്പ് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഈസ് ഡൺ പ്രയർ ടു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് താഴേക്ക് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മനുഷ്യരിൽ വിവിധ തരത്തിലുള്ള രക്തഗ്രൂപ്പുകളും അത് രക്തഗ്രൂപ്പുകൾ നിർണ്ണയിക്കുന്ന അടിസ്ഥാന വസ്തുതകളും ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം നമ്മുടെ ആർ ബി സിയിൽ 2 തരം ആൻറ്റിജനുകൾ ഉണ്ട്. അത് കണ്ടുപിടിച്ച് 2 തരത്തിലുള്ള ആൻറ്റിജനുകളാണ് ആർ ബി സിയിലുള്ളത്. അതായത് അരുണ രക്താണുവിൻ്റെ ഉപരിതലത്തിൽ മുകൾ ഭാഗത്ത് 2 തരത്തിലുള്ള ആൻറ്റിജനുകളുണ്ട്, എ എന്നും ബി എന്നും. ആ ആൻറ്റിജനുകളുടെ സാന്നിധ്യമാണ് രക്തത്തെ ഗ്രൂപ്പുകളാക്കുന്നതിന് ആധാരം. അതിൻ്റെ മുകളിൽ കോളം നോക്കിയ, ബ്ലഡ് ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാണപ്പെടുന്ന ആൻറ്റിജൻ ഏതാണ്, എ ആണ്. അതിൻ്റെ ആൻറ്റിബോഡി ബി ആണ്. ബ്ലഡ് ഗ്രൂപ്പ് ബി എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ആൻറ്റിജൻ ബി ആയിരിക്കും. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അരുണ രക്താണുവിൻ്റെ ഉപരിതലത്തിലുള്ള എ എന്നും ബി എന്നുമുള്ള ആൻറ്റിജനുകളുടെ സാന്നിധ്യം. എ ആൻറ്റിജൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ, ബി ആൻറ്റിജൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി. ഒരു അരുണ രക്താണുവിൻ്റെ മുകൾ ഭാഗത്ത് എയും ബിയും എന്ന ആൻറ്റിജനുകൾ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഗ്രൂപ്പ് എ ബി. പിന്നെ ആൻറ്റിജൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് ഒ കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പം ഇതിനകത്ത് ഏത് ആൻറ്റിജനാണോ ഒരാളുടെ രക്തത്തിലുള്ള ആ ആൻറ്റിജൻ്റെ പേരാണ് രക്തഗ്രൂപ്പിന് നൽകുക. പിന്നെ ഈ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ചില ആൻറ്റിബോഡികൾക്ക് രക്തനിവേശനത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട് ആൻറ്റിബോഡികൾക്ക്. അതാണ് 3rd കോളത്തിൽ കാണിച്ചേക്കുന്നത്. എ ഗ്രൂപ്പ് രക്തത്തിൽ ആൻറ്റിബോഡി എപ്പോഴും എന്തായിരിക്കും, ബി ആയിരിക്കും. അതുപോലെ തന്നെ ബി ഗ്രൂപ്പിനകത്ത് ആൻറ്റിബോഡി എ ആയിരിക്കും. അപ്പം എയും ബിയും ആൻറ്റിജനുകളെ കൂടാതെ തന്നെ ചില വ്യക്തികളുടെ ആർ ബി സിക്കകത്ത് പിന്നെ ആൻറ്റിജൻ, അതായത് കോശസ്തരത്തിൽ ആൻറ്റിജൻ ഡി അഥവാ RH ഫാക്ടർ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം RH ഫാക്ടർ ഉണ്ടെങ്കിൽ അവരെ പോസിറ്റീവെന്നും ഇല്ലാത്തവരെ നെഗറ്റീവെന്നും അറിയപ്പെടുന്നു. അപ്പം നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത് ആർ ബി സിയുടെ പുറത്ത് എ ആൻറ്റിജൻ ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പ് എയും, ആർ ബി സിയുടെ പുറത്ത് ബി ആൻറ്റിജൻ ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പ് ബിയും
ആണ്. പിന്നെ എയും ബിയും ആണെങ്കിൽ എ ബി ഗ്രൂപ്പ്. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ ഒ. അത് കൂടാതെ ഒരു അരുണരക്താണുവിൻ്റെ കോശസ്ഥലത്തിൽ ആൻറ്റിജൻ ഡി അഥവാ RH ഫാക്ടർ കൂടി ഉണ്ട്. അപ്പോൾ ഈ RH ഫാക്ടർ കൂടി ഉള്ളത് കൊണ്ട് അത് RH ഫാക്ടർ ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് എന്നും RH ഫാക്ടർ ഇല്ലാത്തതിന് നെഗറ്റീവ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ രക്തത്തിൽ പിന്നെ സ്വാഭാവികമായിട്ട് കാണപ്പെടാത്ത ആൻറ്റിജനുകൾ എത്തിയാൽ അത് പ്രതിരോധ പ്രവർത്തനത്തെ ഇങ്ങനെ ഉത്തേജിപ്പിക്കും. അപ്പം അനുയോജ്യമല്ലാത്ത അതിന് കറക്റ്റായിട്ട് ഒരു മാച്ചിങ് അല്ലാത്ത ആൻറ്റിജനുകളാണ് വന്നെങ്കിൽ അല്ലെങ്കിൽ എത്തിയാൽ അത് പ്രതിരോധ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അനുയോജ്യമല്ലാത്ത രക്തം സ്വീകരിക്കുമ്പോൾ ദാതാവിൻ്റെ ശരീരത്തിലെ ആൻറ്റിജനും സ്വീകർത്താവിൻ്റെ ശരീരത്തിലെ ആൻറ്റിബോഡിയും, അപ്പോൾ ഇവർ ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിൽ പ്രതിപ്രവർത്തിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ബ്ലഡ് ക്ലോട്ടാവും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ നോക്കുന്നത്. ഓൺ റിസീവ് അൺമാച്ചിങ് ബ്ലഡ് റിസീവ് ചെയ്താൽ ദ ആൻറ്റിജൻ പ്രസൻറ്റ് ഇൻ ഡോണേഴ്സ് ബ്ലഡ് ആൻഡ് ആൻറ്റിബോഡി പ്രസൻറ്റ് ഇൻ റെസിപ്പിയൻസ് ബ്ലഡ്. ഒരാളുടെ ശരീരത്തിലെ ആൻറ്റിജനും മറ്റേ ശരീരത്തിലെ ആൻറ്റിബോഡിയും കൂടെ തമ്മിൽ പ്രവർത്തിക്കുകയും ബ്ലഡ് ക്ലോട്ട് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് സെയിം ഗ്രൂപ്പ് ഉള്ളവർ മാത്രം നമ്മൾ സ്വീകരിക്കാവൂ എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ തന്നെ അപ്പം ഈ ഓൾ പേഴ്സൺസ് കാൺട്ട് റിസീവ് ബ്ലഡ് ഫ്രം ഓൾ ഗ്രൂപ്പ്. അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായ? ഈ ഒരാളുടെ ശരീരത്തിലെ ആൻറ്റിജനും മറ്റേ ആളുടെ ശരീരത്തിലെ ആൻറ്റിബോഡിയും കൂടെ പ്രവർത്തിച്ച് ബ്ലഡ് ക്ലോട്ടിങ് സംഭവിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പിലും ഉള്ള രക്തം സ്വീകരിക്കാൻ സാധിക്കാത്തത്. ഇനി രക്തദാനം എന്ന് പറയുന്നത് ബ്ലഡ് ഡൊണേഷൻ. ഓക്കെ, ഏറ്റവും നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും മഹത്തായ ഒരു പ്രവൃത്തിയാണ് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. അപ്പം ലോകത്ത് ബ്ലഡ് ഡോണേഴ്സ് ഡേ തന്നെ ആചരിക്കുന്നുണ്ട്. ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ എന്ന് പറയുന്നത്. അപ്പം അതുകൂടാതെ ഇതിനകത്ത് ബ്ലഡ് ഡോണേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട് കുറച്ച് പോസ്റ്റർ, അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ചിലപ്പം എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് രക്തദാനം മഹാദാനം അല്ലേ, അല്ലെങ്കിൽ രക്തദാനം ജീവദാനം, രക്തത്തിന് പകരം രക്തം മാത്രം, അങ്ങനെ പോസ്റ്റേഴ്സൊക്കെ നമുക്ക് തയ്യാറാക്കാം. ഡൊണേറ്റിംഗ് ബ്ലഡ് ഈസ് നോട്ട് ഹാംഫുൾ ടു അവർ ഹെൽത്ത്. നമ്മുടെ ഹെൽത്തിന് ഒരിക്കലും ഹാംഫുൾ ആവുന്നില്ല. ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് എ നോബിൾ ഡീഡ്. അത് എപ്പോഴും ഒരു കാരുണ്യമായ പ്രവർത്തനമാണ്, ഒരു ഡിവൈൻ ആയിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. വി നീഡ് ഈച്ച് അതർ ഡൊണേറ്റ് ബ്ലഡ്. നമുക്ക് ഓരോരുത്തർക്കും ബ്ലഡ് ഡൊണേഷൻ്റെ ആവശ്യകത മനസ്സിലാക്കണം. ഓൺലി ബ്ലഡ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ബ്ലഡ്. രക്തത്തിന് പകരം രക്തം മാത്രം. അങ്ങനെ തുടങ്ങിയ പോസ്റ്റേഴ്സൊക്കെ നമുക്ക് തയ്യാറാക്കി മനസ്സിലാക്കി വെക്കാം. ദെൻ മൂവിങ് ടു ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദി ചാപ്റ്റർ, ഡിഫൻസ് മെക്കാനിസംസ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലെ ഡിഫൻസ് മെക്കാനിസംസ്, സസ്യങ്ങളിലെ രോഗപ്രതിരോധ മാർഗങ്ങൾ. അപ്പം നമ്മുടെ ജന്തുക്കളിലെ പോലെ തന്നെ രോഗാണുക്കൾ ഉള്ളിലേക്ക് കടക്കുന്നത് തടയാനും അഥവാ കടന്ന രോഗാണുക്കളെ നേരിടാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ സസ്യങ്ങളിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മെക്കാനിസംസ് 2 തരത്തിലാണ് അറിയപ്പെടുന്നത്. സ്ട്രക്ചറൽ ആൻഡ് ബയോകെമിക്കൽ മെത്തേഡ്സ്. ഘടനാപരവും ജൈവരാസപരവുമായ മാർഗങ്ങൾ. ഘടനാപരവും ജൈവരാസപരവുമായ മാർഗങ്ങൾ, അങ്ങനെ 2 തരത്തിലുണ്ട് അതിനകത്ത്. ഇപ്പോൾ ഘടനാപരമായ സംവിധാനങ്ങൾ, സ്ട്രക്ചറൽ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മെഴുകാവരണം, അതായത് ഒരു വാക്സ് കവറിങ്, മെഴുകാവരണം കൊടുത്തിട്ടുണ്ടല്ലോ, വാക്സ് കവറിങ്, ക്യൂട്ടിക്കിൾ, പിന്നെ ക്യൂട്ടിക്കിൾ, ദെൻ പുറംതൊലി, ബാർക്ക് ആൻഡ് കോശഭിത്തി, സെൽ വാൾ, അങ്ങനെ ഇത്രയും ഭാഗങ്ങളാണ് സ്ട്രക്ചറിനകത്ത് പറയുമ്പം. എന്നാൽ ജൈവരാസപരമായ ബയോകെമിക്കൽ മെത്തേഡ്സിനകത്ത് പറഞ്ഞാൽ നമ്മുടെ കോശഭിത്തിക്ക്, സെൽ വാളിന് കട്ടി കൊടുക്കുന്ന ലിഗ്നിൻ, ക്യൂട്ടിൻ, സുബറിൻ തുടങ്ങിയ ചില കെമിക്കൽ സബ്സ്റ്റൻസസും കാണാം. അതുപോലെ തന്നെ നമ്മുടെ കോശഭിത്തിക്കകത്ത് രൂപപ്പെടുന്ന ഒരു പോളിസാക്കറൈഡ് ഉണ്ട്, കാലോസ്. ഇതൊക്കെ രോഗാണുക്കളെ പ്രതിരോധിക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം കൊടുത്തേക്കുന്നത് വാക്സ് കവറിങ് ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലകളിലൂടെയുള്ള രോഗാണു പ്രവേശനത്തെ ജനറലായിട്ട് തടയുന്നു. അതിന് സഹായിക്കുന്നതാണ് വാക്സ് കവറിങ് ക്യൂട്ടിക്കിൾ.
അടുത്ത പുറംതൊലി പ്രൊട്ടക്ട്സ് ദ ഇന്നർ സെൽസ് ഫ്രം ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഓഫ് പാത്തജൻസ്. ആ ഒരു ക്യൂട്ടിക്കിൾ നമ്മുടെ ഉള്ളിലുള്ള കോശങ്ങളെ നേരിട്ട് രോഗാണുക്കളുടെ സമ്പർക്കത്തിൽ നിന്നും രക്ഷിക്കുന്നു. അതിനൊരു കവറിങ്ങാണ് ഈ ബാർക്ക് എന്ന് പറയുന്നത്. ദെൻ സെൽ വോള്. അപ്പം സെൽ വോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു വെൽ എക്യുപ്ഡ് റെസിസ്റ്റൻറ്റ് കോട്ടാണ്, കൃത്യമായിട്ടുള്ള ഒരു പ്രതിരോധ കവചമാണ്. പിന്നെ നമ്മുടെ കെമിക്കൽ സബ്സ്റ്റൻസസ് സച്ചസ് ലിഗ്നിൻ, ക്യൂട്ടിൻ, സുബേറിൻ എക്സെട്ര പ്രൊവൈഡ് റിജിഡിറ്റി ടു ദ സെൽ വാൾ. ആ കോശഭിത്തിക്ക് നല്ലൊരു റിജിഡിറ്റി, ഒരു ദൃഢത നൽകുന്നുണ്ട്. ആൻഡ് കോശഭിത്തിയിൽ തന്നെ രൂപപ്പെടുന്ന ദ ജംസ് ദാറ്റ് ഹാവ് ക്രോസ്ഡ് ദ സെൽ വാൾ ഓർ പ്രിവെൻറ്റഡ് ഫ്രം എൻറ്ററിങ് ത്രൂ ദി സെൽ മെംബ്രെയിൻ ബൈ കാലോസ്, എ പോളിസാക്രൈഡ് ഫോംഡ് ഇൻ ദ സെൽ വാൾ. സെൽ വാളിനകത്ത് തന്നെ രൂപപ്പെടുന്ന ഒരു പോളിസാക്രൈഡ് ഉണ്ട്, അതാണ് കാലോസ്. അതിനകത്തൂടെ മറികടന്നെത്തുന്ന രോഗാണുക്കൾ കോശസ്തരത്തിലൂടെ പ്രവേശിക്കുന്നത് തടയുന്നു. അപ്പോൾ അവിടെയും ഒരു പ്രിവെൻറ്റീവ് മെക്കാനിസം അല്ലെങ്കിൽ ഒരു പാർട്ട് ഉണ്ട്. അപ്പം ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ബോക്സിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് വിടാനുള്ളത്. അത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാൻ പറ്റുന്നതേ ഉള്ളൂ. ആൻഡ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു എന്താ പറയുക, ബാഹ്യ പരിസരം, അതായത് എക്സ്റ്റേണൽ ഒരു ഹെൽത്തി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ ദ ഹെൽത്തി സ്റ്റേറ്റ് ഓഫ് ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. ശരീരത്തിൻ്റെ ബാഹ്യ പരിസരം സുസ്ഥിതിയെ ആശ്രയിക്കും. അതിങ്ങനെ പിന്നെ എത്രമാത്രം നമ്മളെ ബോഡിക്കകത്തുള്ള പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ബോഡിക്ക് നല്ലൊരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നല്ല വൃത്തിയായിട്ട് അല്ലെങ്കിൽ നല്ല സുസജ്ജമായി പ്രവർത്തിക്കുന്നത് പോലെ നമ്മുടെ പരിസരത്തെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിക്കണം. എങ്കിൽ മാത്രമേ പുറമേ നമ്മുടെ പരിസരത്ത് നിന്നല്ലേ രോഗാണുക്കൾ കൂടുതലും നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നത്. അപ്പം ശരീരത്തിനകത്ത് ഒരുപാട് പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ട് എന്നും പറഞ്ഞ് പരിസരം വൃത്തിയായി സൂക്ഷിക്കാതിരിക്കരുത്. അപ്പം അതിനും നമുക്കാണ് വി വിൽ റെസ്പോൺസിബിൾ ടു ക്ലീൻ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് അവർ എൻവയോൺമെൻറ്റ് ഫ്രം ദ ഫാക്ടേഴ്സ് കോസിങ് ഡിസീസസ്. രോഗങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.